അപ്പൊ നമ്മൾ ഇതാ തുടങ്ങാണ്. പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോയിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ ബാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഒന്ന് പറഞ്ഞിട്ട് ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ പറയുന്നതായിരിക്കും. നമ്മൾ ഇന്നലെ എന്താ പഠിച്ചത്? ഇന്നലത്തെ ക്ലാസ്സിൽ ഒന്ന് നോക്കാം, ഓടിച്ചു നോക്കാം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ 8 എണ്ണം ഉണ്ട്. അതിൽ 4 എണ്ണം നമ്മൾ ആദ്യം പഠിക്കും, പിന്നെ പ്രപ്പോസിഷനും കണ്ടീഷനും ഒക്കെ പിന്നീട് പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ആദ്യത്തെ 4 എണ്ണം വെർബ്, ആഡ്വെർബ്, നൗൺ, അഡ്ജക്റ്റീവ്. ഇതാണ്. വെർബ് എന്ന് പറഞ്ഞ ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിനെ വിശേഷിപ്പിക്കുന്നത് ആഡ്വെർബ് ആണ്. നൗൺ എന്ന് പറഞ്ഞ നാമമാണ്, എന്തിന്റെയും പേര്. അതൊരു മനുഷ്യന്റെ പേരാവാം, ഒരു വ്യക്തി അല്ലെ, ഒരു സ്ഥലത്തിന്റെ പേരാവാം. ഇപ്പോൾ ജസീന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. സോ ദാറ്റ് ഇസ് എ നൗൺ. പിന്നെ ജസീന വരുന്നത് അരപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. അരപ്പറ്റ മീൻസ് ദാറ്റ് ഈസ് എ നെയിം ഓഫ് ദ പ്ലേസ്. സോ ദാറ്റ് ഈസ് എ നൗൺ. ഇനി അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് കാണാൻ കഴിയുന്നു, കാണാൻ കഴിയാത്തതിനൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം എന്ന് പറയുന്നത് ആ ഒരു ഫീലിങ്ങിന്റെ ഒരു പേരാണ് അല്ലെ. ഇഷ്ടം, ലവ് എന്ന് പറയുന്ന ഒരു നൗണാണ്. സ്വപ്നം, ഡ്രീം, ഒരു നൗണാണ്. മരം, പേന, പെൻസിൽ, റിമോട്ട്. അപ്പൊ എല്ലാത്തിൻ്റെയും പേരുകളെ, അത് വ്യക്തിയാവാം, വസ്തുവാവാം, ഒരു ആശയമാവാം, ഒരു സ്ഥലമാവാം. ഓക്കെ. അപ്പൊ ആ നൗണിനെ ഏതെങ്കിലും ഒരു വാക്കുപയോഗിച്ച് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോ മേപ്പാടി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പൊ ബ്യൂട്ടിഫുൾ മേപ്പാടി. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കുന്നവർക്ക് അഡ്ജക്റ്റീവ് ആണ്. ഇതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഇന്നലത്തെ ക്ലാസ് കണ്ടവർക്കറിയാം. വെർബ് കണ്ടെത്താൻ വേണ്ടി ഞാൻ കുറച്ച് സെന്റൻസ് തന്നിരുന്നു. ഹീസ് ത്രോയിങ് ദ ഫുട്ബോൾ. ത്രോ എന്ന് പറയുന്ന പ്രവൃത്തിയാണ്. സോ ദാറ്റ് ഇസ് വെർബ്. ബാക്കിയുള്ള വെർബൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടുപിടിച്ചാണ്. അക്സെപ്റ്റഡ് വെർബാണ്, സാറ്റ് വെർബാണ്, ബോട്ട് വെർബാണ്. അതുപോലെ നമ്മൾ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഓക്കെ, അത് ഇനിയിപ്പോൾ അതിലേക്ക് ഇനിയും പോയിട്ട് ഞാൻ സമയം കളയുന്നില്ല. ആഡ് വെർബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ്. സിംസ് വെല്ലാണ് ഇവിടെ, ക്വിക്കലി, സോഫ്റ്റ്ലി, ഇതൊക്കെ ആഡ് വെർബുകളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നൗണിലേക്ക് വന്നു. നൗൺ എന്ന് പറഞ്ഞാൽ നാമമാണ്. ഹൗസ്, പീപ്പിള്, ഫെയ്ത്ത്, ബാങ്ക്, ഫിയർ, ആങ്കർ അല്ലേ, ഷീ, അലക്സ്, സ്ട്രെങ്ത്, ഇതൊക്കെ നൗണുകളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്ജക്റ്റീവ്സുകളെ കുറിച്ച് പഠിച്ചു. ലിവ് ഇൻ എ ബ്യൂട്ടിഫുൾ ഹൗസ് അല്ലെ. ഹൗസ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഒരു അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ സ്ലീവ്ലെസ് ഷർട്ടിനെ വിശേഷിപ്പിക്കുന്ന സ്ലീവ്ലെസ് ഒരു അഡ്ജക്റ്റീവ് ആണ്. ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് ആണ്. മീനിങ്ലെസ് അഡ്ജക്റ്റീവ് ആണ്. അഡോറബിൾ അഡ്ജക്റ്റീവ് ആണ്. ഗോർജിയസ് അഡ്ജക്റ്റീവ് ആണ്. എഡിബിൾ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കുക. അതുപോലെ ഇന്നലെ നമ്മൾ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. അതിൽ ഫാസ്റ്റ് എന്ന് പറയുന്ന വാക്കിനെ 3 ഇടങ്ങളിലായിട്ട് ഉപയോഗിച്ചതായിട്ട് കണ്ടു. ആദ്യത്തേല് ഇഫ് യു ടേക്ക് ദ ഫാസ്റ്റ് ട്രെയിനിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ഫാസ്റ്റ് ഒരു അഡ്ജക്റ്റീവ് ആണ് അല്ലെ, അങ്ങനെയല്ലേ? അതെ. സോ ഐ റിക്വസ്റ്റ് മിസ്റ്റർ പ്രണവേ ഒന്ന് വന്നേ, ഇവിടെ വാ. പ്രണവ് ഒന്ന് പറഞ്ഞു കൊടുക്കുക, എന്തുകൊണ്ടാണ് ഈ ഫാസ്റ്റ് അഡ്ജക്റ്റീവ് ആയത്? എന്തുകൊണ്ടാണ്? വൈ? പറയൂ പ്രണവേ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഞാൻ ഈ ഫാസ്റ്റ് എന്ന് പറയുന്നില്ല, ഇവിടുത്തെ ഫാസ്റ്റ് അഡ്ജക്റ്റീവ് ആണ്. എന്തുകൊണ്ട്? ട്രെയിനിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. യെസ്, ട്രെയിൻ എന്ന് പറയുന്ന ഒരു നൗൺ ആണ്, ഒരു നാമം അല്ലെ. ആ നീളമുള്ള വണ്ടിന്റെ പേരാണ്, നൗണാണ് അല്ലെ. യെസ്. അപ്പോ ആ നൗണിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഫാസ്റ്റ് ഒരു അഡ്ജക്റ്റീവ് ആണ്. രണ്ടാമത്തെ ഫാസ്റ്റ് എന്താണ്? some persons began fast. നിരാഹാരം. ടു ഫോളോവേഴ്സ് ടു ഫാസ്റ്റ്, നിരാഹാരം ഇരിക്കൽ. അത് എന്ത് വെർബാണോ? വെർബ്. എങ്ങനെ? ആഡ് വെർബ് അല്ലേ? ആഡ് വെർബ് അല്ല, അത് വെർബാണ്. എങ്ങനെ മനസ്സിലായത്? some persons began to require their followers to fast. അവര് നിരാഹാരം കിടക്കണം. ഇവിടെ ഒരു ക്ലൂ ഉണ്ട്. എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ടു. എപ്പോഴും വെർബിന്റെ മുമ്പിൽ 2+V1, വെർബിന്റെ മുമ്പിലാണ് 2 ഉപയോഗിക്കുക. ഞാൻ സെക്കൻഡ് ആണെന്ന് വിചാരിച്ചു സാർ. ഏതാ? ഞാൻ സെക്കൻഡ് ഇല്ലേ, സെക്കൻഡ് സെന്റൻസ്. സോറി, അങ്ങനെയാണല്ലേ. ഓക്കെ, എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ഞാൻ പറഞ്ഞില്ല, സോറി. ഫാസ്റ്റ് എന്താണ്? ഈ രണ്ടാമത്തെ എന്താണ്?
നൗൺ. നൗൺ ആണ്. എങ്ങനെയാ? അവിടെ ക്ലൂ ഉണ്ടല്ലോ. എന്താ ക്ലൂ? എ എ എ ആൻഡ് ദ പോലത്തെ ആർട്ടിക്കിൾസ് വരുന്നത് എപ്പോഴും നൗണിന്റെ മുമ്പിലായിരിക്കും അല്ലെ? ആദ്യത്തേല് വേഗതയുള്ള എന്നർത്ഥം, രണ്ടാമത്തേല് നോമ്പ് അല്ലെങ്കിൽ നിരാഹാരം എന്നർത്ഥം, മൂന്നാമത്തേല് നിരാഹാരം എടുക്കുക, നോമ്പ് എടുക്കുക, പട്ടിണി കിടക്കുക എന്നർത്ഥം. അപ്പോ ഇവിടെ ശരി ഉത്തരം ഇതിനെയാണോ അല്ലേ? യെസ് യെസ് യെസ്, ഓപ്ഷൻ എ. അപ്പൊ ഇത് ഇന്നലെ നമ്മൾ ചെയ്താണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ് ക്ലാസിന്റെ. ഓക്കെ, താങ്ക് യു മിസ്റ്റർ പ്രണവ്. നമ്മൾ ഇന്നത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇന്നലെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ, എന്താണ് നൗണ്, എന്താണ് വെർബ്, എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് ആഡ്വെർബ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ ധാരണയുണ്ട്. ഞാൻ ആഡ്വെർബുകളെ കുറിച്ച് ഒന്നും കൂടെ വിശദമായിട്ട് പറയാം. നമ്മൾ 4 എണ്ണം പഠിച്ചെങ്കിലും ആഡ്വെർബുകളെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് സൂക്ഷിക്കണം അല്ലെ? നൗണ് നിങ്ങൾക്കറിയാം എന്തിന്റെയും പേരാണ്, അതിനെ വിശേഷിപ്പിക്കുന്നത് അഡ്ജക്റ്റീവാണ്. അതുപോലെ വെർബ് എന്ന് പറഞ്ഞ ക്രിയയാണ്, അതിനെ വിശേഷിപ്പിക്കുന്നത് ആഡ്വെർബാണ്. ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ആഡ്വെർബിനെയാണ്. കാരണം ആഡ്വെർബ് പല ആൾക്കാർക്കും ചില സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. എളുപ്പത്തിൽ നമുക്ക് ആഡ്വെർബ് കണ്ടെത്താം. അതിനൊരു ക്ലൂ ഉണ്ട്. എന്താ ക്ലൂ? ഒരു സെന്റൻസ് എന്നാൽ ആഡ്വെർബ് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. 99% ആഡ്വെർബുകൾ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ അത്? പറഞ്ഞേ. ലീ ഉണ്ടാകും. ലീ. വെരി ഗുഡ്. എനിക്ക് തന്നെ ഒരു വെരി ഗുഡ് തരാണ്. ലീ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ആഡ്വെർബ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിലുള്ള മാർഗം. എന്നാൽ അങ്ങനെ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. കാരണം ഞാനിപ്പോ ഒരു ഹി സ്പീക്സ് വെൽ, ഈ വെല്ലാണ് ഇവിടെ ആഡ്വെർബ്. അവിടെ ലീ ഉണ്ടോ? ഇല്ല. അപ്പൊ അപൂർവമായി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകരുത്. അതുകൊണ്ടത് വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കായിരിക്കണം ആഡ്വെർബ്. അവിടെ സ്പീക്സ് എങ്ങനെ സംസാരിക്കുന്നു, ഹൗ വെൽ എന്നാണ് ആൻസർ. ഹൗ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. അപ്പോ ഇംഗ്ലീഷില് ഹൗ അല്ലെങ്കിൽ വെൻ അല്ലെങ്കിൽ വേർ, ഇങ്ങനെ ഡബ്ല്യു വെച്ച് ചോദ്യങ്ങൾ കൊണ്ട് ചോദിക്കുന്ന ഉത്തരമായി വരുന്ന വാക്കുകൾ ആഡ്വെർബ് ആയിരിക്കും. മനസ്സിലായില്ല? നോക്കാം, മുമ്പോട്ട് പോകാം. അതായത് ആഡ്വെർബ് എന്ന് പറഞ്ഞാൽ വേർ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും. ഔട്ട്സൈഡ്, ഹിയർ, ദേർ, എവ്രിവേർ, ഈ വാക്കുകളൊക്കെ ആഡ്വെർബുകളാണ്. ഇപ്പോ ഹി കെയിം ഹിയർ, ഞാൻ പറയാണ് ഹി കെയിം ഹിയർ. ഇതിൽ ഹിയർ എന്താണ്? ഹിയർ എന്താണ്? പറഞ്ഞേ. പ്രണവിനെ വിളിക്കാം. പ്രണവ് വേഗം വരും. അതുകൊണ്ടാ. പ്രണവേ, ഹി കെയിം ഹിയർ, ഇതിൽ ഹിയർ എന്താണ്? ആഡ്വെർബ്. എങ്ങനെ മനസ്സിലായി? ഹി കെയിമിനെ വന്നു. രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ പറയാം കെയിം എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്നത് ഹിയർ ആണ്. ചിലപ്പോൾ ആൾക്കാർക്ക് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ക്ലൂ ഉണ്ട്. എന്താണത്? വേർ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഹിയർ. ഇവിടെ എന്നതിന്റെ ചോദ്യം എന്താ? വേർ. അപ്പൊ വേർ എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും? ഹിയർ. ആഡ്വെർബ് ആയിരിക്കും. ഔട്ട്സൈഡ്, ഹിയർ, ദയർ, എവ്രിവേർ ഒക്കെ ആഡ്വെർബുകളാണ്. അതേപോലെ വെൻ, എപ്പോൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ബിഫോർ, യെറ്റ്, ആഫ്റ്റർവാർഡ്, സ്റ്റിൽ, ടുമോറോ, ടുഡേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം, ഒരു സെന്റൻസ് തരാം. ഐ വിൽ കം ടുമോറോ. ഇതിലെ ടുമോറോ എന്താണ് പ്രണവേ? ആഡ്വെർബ്. എങ്ങനെ മനസ്സിലായി? കമ്മിന്റെ ഒപ്പം. രണ്ട് രീതി പറയാം. ഒന്ന് കമ്മിനെ വിശേഷിപ്പിക്കുന്നു, പിന്നൊന്നോ അല്ലെ? എപ്പോൾ. വെൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ടുമോറോ അല്ലെ? സംശയമുണ്ടോ പ്രണവേ? ഇല്ല. ഓക്കെ. അതേപോലെ വൈ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ടു അവോയ്ഡ്, ടു ഗെറ്റ്, ടു റിമെമ്പർ. ഹൗ ഓഫൺ, എപ്പോഴൊക്കെ എന്നതിന്റെ ഉത്തരമായി വരുന്ന ഓഫൺ, നെവർ, ഓൾവേസ്, സംടൈംസ്.
ഹൗ മാനർ ഏത് രീതിയിൽ, ജസ്റ്റ് വെല് ക്വയറ്റ്. ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, ഹി സ്പീക്സ് വെൽ, വെൽ സ്പീക്സ് വെൽ. അപ്പൊ വെല്, ക്വിക്ക്ലി, ഹാർഡ്ലി, കെയർഫുള്ളി. അതുപോലെ വാട്ട് ഡിഗ്രി, എത്രമാത്രം എന്ന അർത്ഥത്തിൽ. വെരി, ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് അവിടെ ചോദിച്ചിട്ടുണ്ട്. വെരി, വെരി സാറേ എന്ന് ഈ പറയുന്നത് ടു ഗെറ്റ് ഒക്കെ വെർബായിട്ട് വന്നൂടെ? ഏതാ? ടു ഗെറ്റ് എ കോഫി എന്നല്ലേ ഗെറ്റ് സംതിങ് എന്നൊക്കെ വേണമോ ഇതായിക്കൂടെ? വെർബായിട്ടാ വരിക. പക്ഷെ വെർബായിട്ട്. ചില ഘട്ടങ്ങളിൽ ആഡ്വെർബായിട്ട് വരും, അപൂർവമായിട്ട്. ഓക്കെ, ഓക്കെ. നോർമൽ കേസിൽ വെർബാണ് ഇതെല്ലാം. പക്ഷെ വെർബായിട്ട് ചില ഘട്ടങ്ങളിൽ വരാറുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം. He went to speak. ഓക്കെ, ഇതില് വെന്റ് എന്താണ്? വെർബാണ്. വെന്റ് എന്തിനാ പോയത്? ടു സ്പീക്ക്. അപ്പൊ ടു സ്പീക്ക് എന്താവും? ഈ വെർബ് വെന്റ് എന്ന് പറഞ്ഞ വെർബിനെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ആഡ്വെർബ്. ഓക്കെ, അങ്ങനെ ചില ഘട്ടങ്ങളിൽ ആഡ്വെർബാണ്. സത്യത്തിൽ ഇത് വെർബുമാണ് ആഡ്വെർബുമാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ ടു ചേരുമ്പോഴാണ് ആഡ്വെർബ് ആവുന്നത്, അല്ലെങ്കിൽ വെറും സ്പീക്ക് വെർബാണ്. ഓക്കെ, ഇത് പേടിക്കണ്ട. ഇത് അങ്ങനെ പരീക്ഷയ്ക്ക് അങ്ങനെ വരുമൊന്നുമില്ല, ജസ്റ്റ് നോട്ട് വെച്ചാൽ. ഓക്കെ, പേടിക്കണ്ട. അപ്പൊ നമ്മൾ വാട്ട് ഡിഗ്രി, ബയർലി, നിയർലി, ക്വയറ്റ്. ക്വയറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വെരി ചോദിച്ചിട്ടുണ്ട്, ഹാർഡ്ലി, ജസ്റ്റ്. ഇതെല്ലാം ആഡ്വെർബുകളാണ്. ബേജാറാവണ്ട, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, താങ്ക് യു മിസ്റ്റർ പ്രണവ്. ഹലോ, നസ്ലിൻ കേൾക്കുന്നുണ്ട്? ഈ ചോദ്യം ഇത് വായിക്കി. A good student works hard at her books and enjoy learning. The underlined word is works. A good student works hard at her books and enjoys learning. The underlined word is. ഇവിടെ തന്നിരിക്കുന്ന അണ്ടർലൈൻഡ് വേർഡ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് നസ്ലിനെ? Adjective. അഡ്ജക്റ്റീവ് എന്ന് പറയാൻ കാരണം എന്താ? വർക്ക്സ് ഒരു വെർബ് അല്ലേ? അതെ. വെർബിനെ വിശേഷിപ്പിക്കുന്നത് ആഡ് വെർബ് അല്ലേ? അപ്പൊ ഇത് അഡ്ജക്റ്റീവ് ആണ് ഉത്തരം. സോറി അയ്യോ മാറിപ്പോയി. അഡ്വർബ് എന്നാ ഉദ്ദേശിച്ചത്. സത്യത്തിൽ നെസ്ലിന് അറിയാം, പക്ഷെ നെസ്ലിൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ, മാറിപ്പോയതാ. അതെ, അഡ്ജക്റ്റീവ് അല്ല അഡ്വർബ് ഉദ്ദേശിച്ചത്. അതെ. അപ്പൊ പരീക്ഷ എഴുതുമ്പോ നിങ്ങൾക്ക് വേണ്ടത് ശ്രദ്ധയാണ് കേട്ടോ, പ്രത്യേകിച്ച് ഇംഗ്ലീഷില്. ഇല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിട്ടും തെറ്റും, അപ്പൊ നമുക്ക് ഭയങ്കര വിഷമായി പോകും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോ നോക്കിയേ, an adverb ആണ്. ദിസ് ഈസ് an adverb. ഹാർഡ്, വർക്ക്സ് ഹാർഡ്. ഇനി വേറെ രൂപത്തിൽ ഇവിടെ ചോദിക്കാം, ജോലി ചെയ്തു എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് അല്ലേ? ഹൗ, എങ്ങനെ? ഹൗ എങ്ങനെയാ നസീം? ഹാർഡ്. വർക്ക്സ് ഹാർഡ് അല്ലേ? വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓക്കെ നസീം, ഞാൻ ഇടയ്ക്ക് വിളിക്കാം, അപ്പൊ ഇതുപോലെ വരണേ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടുവാർഡ്സ് അജ്മോൾ, യു ആർ നോട്ട് ദേർ. സോ ദിസ് ടൈം ജസീന വന്നോ? ഉണ്ടോ? യെസ് സർ. ഈ ചോദ്യം ഒന്ന് വായിച്ചോ ജസീന. I shall meet you tomorrow. In this sentence, tomorrow is adverb. Tomorrow എന്താണ്? Adverb. വുമൺ പോലീസ് കോൺസ്റ്റബിൾ 2014 ചോദ്യമാണ്. ജസീന പറയുന്നു ആഡ്വർബ് ആണ്. നിങ്ങൾ ബാക്കിയുള്ളവർ സമ്മതിക്കോ? ജസീന പറയൂ, വൈ എന്തുകൊണ്ട്? കാരണം ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആഡ്വർബിൽ ലീ ഉണ്ടാവും എന്നൊക്കെയാണ്. ഇതിന് ലീ ഒന്നും കാണുന്നില്ലല്ലോ. ടുമോറോ ലീ എന്നൊന്നുമില്ലല്ലോ. Then what is the reason? എന്നാണ് മീറ്റ് ചെയ്യുന്നതിന്റെ വരുന്നതുകൊണ്ട്. വെൻ എന്ന ചോദ്യത്തിന്റെ അല്ലെ ഉത്തരമാണ്. വെൻ, എപ്പോൾ എന്നതിന്റെ ഉത്തരമായി വരുന്ന വാക്ക് എന്തായിരിക്കും? അഡ്വർബ് ആയിരിക്കും. മാത്രമല്ല ഇത് മീറ്റ് എന്ന് പറയുന്ന വെർബിനെയാണ്
ഇത് വിശേഷിപ്പിക്കുന്നത്. ഐ ഷാൾ മീറ്റ്, ഞാൻ മീറ്റ് ചെയ്യും. എപ്പോ? വെൻ? ടുമോറോ. ടുമോറോ. അതിൽ സമയം പറഞ്ഞാലും അതും വരും കേട്ടോ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഐ വിൽ മീറ്റ് യു അറ്റ് 10 PM. ഈ 10 PM എന്താണെന്നറിയോ? ആഡ്വർബാ. adverb. മനസ്സിലായോ? 10 PM Time ആഡ്വർബ് ആണ്. പക്ഷെ ഈ ആഡ്വർബ് എന്ന് പറയുമ്പോൾ 10 PM എന്ന് പറയുമ്പോൾ കുറെ വാക്കുകളുണ്ട് ഇതില്, അല്ലേ? അറ്റ് ഉണ്ട്, 10 എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, PM എന്ന് പറയുന്ന 3 വാക്കുണ്ട്, അല്ലേ? ഇതൊരു പ്രപ്പോസിഷനാണ്. ഇതിങ്ങനെ കുറെ വാക്കാവുമ്പോ ആഡ്വർബ് എന്നതിന് പകരം നമ്മൾ ആഡ്വർബിയൽ ഫ്രേസ് എന്ന് പറയും. ആഡ്വർബ് ആണ്, പക്ഷെ ആഡ്വർബിയൽ ഫ്രേസ് ആണ്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് അല്ലോ. ഇപ്പൊ നിങ്ങള് ആഡ്വർബ് എന്താന്നുള്ളത് പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി പറയാൻ പോകുന്നത് വാട്ട് ഈസ് ആഡ്വർബ് ഫ്രേസ് അല്ലെങ്കിൽ ആഡ്വർബിയൽ ഫ്രേസ് എന്താണെന്നാണ് പറയാൻ പോണത്. ആഡ്വർബ് എന്താന്നുള്ളത് അൻഷദലി, എന്താ ആഡ്വർബ്? വെൻ, വേർ എന്ന ചോദ്യങ്ങളുടെ, അല്ലെ, ഹൗ, ഹൗ ഓഫൺ എന്ന ചോദ്യങ്ങളുടെ WH വാക്കുകൾ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളുടെ ഉത്തരമായി വരുന്ന ആ ഒരു വേർഡിനെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. അതാ, കറണ്ട് പോയിട്ടോ, ക്ലാസ് ഓഫ് ആയി കഴിഞ്ഞാൽ ബാക്കി നാളെ ആയിരിക്കും. കറണ്ട് ഇപ്പൊ വന്ന നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ ഈ വേർഡിന് പകരം ഒരു വേർഡ് ആണെങ്കിൽ, കുറെ വേർഡ് ഉണ്ടെങ്കിലോ ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ അത് ആഡ്വർബിയൽ ഫ്രേസ് ആവും. ആഡ്വർബ് ഫ്രേസ് ആവും. നമുക്ക് നോക്കാം. ആഡ്വർബിയൽ ഫ്രേസ് എന്ന് പറയുന്നത് ആഡ്വർബായി വർത്തിക്കുന്ന ഒരു കൂട്ടം വാക്കുകളാണ്. എക്സാമ്പിൾ, ഷീ സാറ്റ്. ഇതിലെ ആഡ്വർബ് ഏതാണ് മിസ്റ്റർ പ്രണവേ? ഒന്ന് പറ പ്രണവേ, ഇതിലെ ആഡ്വർബാണ് ഏതാണ്? ഓൺ എ ബെഞ്ച്. ഓൺ എ ബെഞ്ച്. ഈ ആഡ്വർബിനെ നമ്മൾ എന്ത് വിളിക്കും? ആഡ് ഫ്രേസ്. ആഡ്വർബ് ഫ്രേസ് എന്ന് വിളിക്കും. എന്ത് ആഡ്വർബ് ഫ്രേസ് എന്ന് വിളിക്കുന്നത്? ഓൺ എ ബെഞ്ച് ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ വാക്കുണ്ട്, ഒരു കൂട്ടം വാക്കുണ്ട്, അല്ലെ? ഓണം എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ബെഞ്ച് എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട്, സോറി നൗൺ ഉണ്ട്. മൂന്നും കൂടെ കൂടി ചേർന്നിട്ട് ആഡ്വർബ് ആയതുകൊണ്ട് അതിന് ആഡ്വർബ് ഫ്രേസ് എന്ന് വിളിക്കും. മനസ്സിലായോ? സാറേ, ചിലപ്പോ ഈ ആപ്പിലൊരു ബഗ് ഉണ്ട്. റിക്വസ്റ്റ് അയച്ചാലും ചിലപ്പോ ചിലർക്ക് പോകില്ല. എനിക്ക് ആ സമയത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആണോ? അതുകൊണ്ടായിരിക്കും ചില ആൾക്കാർക്ക്, അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി, റെഡി ആവുമായിരിക്കും, അപ്ഡേഷനിൽ റെഡി ആവുമായിരിക്കും. നോക്കാം. ഇനി ഞാൻ പ്രണവിനോട് തന്നെ ചോദിക്കുന്നത്, ദ ഗെയിം വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ മോർണിംഗ്. ഇതിനകത്ത് ആഡ്വർബിയൽ ഫ്രേസ് ഏതാ? ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. അതെന്തുകൊണ്ടാണ് ആഡ്വർബിയൽ ഫ്രേസ് എന്ന് വിളിക്കുന്നത്? കാരണം ഇൻ ദ ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ വാക്കുകളുണ്ട്. അടുത്ത ഷീ റാങ് അപ്പ് അബൌട്ട് ആൻ hour ago. ഇതിലേതാ? about an hour ago. About an hour ago. They live in the north. ഇതിലേതാ? In the north. She walked like an old lady. ഇതിലേതാ? Like an old lady. She walked. സാർ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിലിപ്പോ നമ്മളോട് ലൈക്ക് ആൻഡ് ഓൾഡ് ലേഡി എന്ന് ഫുൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് ചോദിക്കുമ്പോ മാത്രല്ലേ അത് ആഡ്വർബൽ ഫ്രേസ് വരുള്ളൂ. ഇപ്പൊ ഓൾഡ് എന്ന് മാത്രം അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ അത് ആഡ്വർബ് അല്ലേ? അല്ല, ഒരു ഓൾഡ് എന്നല്ല, ഒരു വേർഡ് മാത്രമായിട്ട്. അല്ലല്ല, സോറി, ഞാൻ ഒരു എക്സാമ്പിൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഒരു വേർഡ് മാത്രമായിട്ട് അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ അത് ആഡ്വർബും ഒന്നിക്കൊള്ളു. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാം, ഷീ വാക്ക്ഡ് ഫാസ്റ്റ്. അവൾ വേഗത്തിൽ നടന്നു. ഫാസ്റ്റ് എന്താ? ആഡ്വർബ്. ആഡ്വർബ്. ദിസ് ഈസ് ആഡ്വർബ്. കാരണം എങ്ങനെ നടന്നു എന്നതിന്റെ ഉത്തരമാണ് ഫാസ്റ്റ്. ഫാസ്റ്റ്ലി എന്ന് പറയില്ല, ഫാസ്റ്റ്. ഓക്കെ, ഫാസ്റ്റ് ആഡ്വർബ് ആണ്. അതേസമയം ഷീ വാക്ക്ഡ് ലൈക്ക് ആൻ ഓൾഡ് ലേഡി, ഇത് ആഡ്വർബ് ഫ്രേസ് ആണ്. AP. ക്ലിയർ ആയില്ലേ പ്രണവിന്റെ ചോദ്യം? ഓക്കെ. ഈ ഫാസ്റ്റ് ഒരു അപകടം പിടിച്ച വാക്കാട്ടോ, അത് അഡ്ജക്റ്റീവ് കൂടിയാ. അതെ, ഫാസ്റ്റ് ട്രെയിൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ട്രെയിൻ എന്ന് പറയുന്ന നൗണിനെയാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താ?
അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. യെസ്. ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പ്രണവ് വേണ്ട, ഞാൻ ഒരു കാര്യം ജസീന തന്നെ വിളിക്കാം. ജസീന, എല്ലാവർക്കും സ്റ്റേജിൽ വരാം ഉത്തരം പറയാൻ തയ്യാറുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ നിങ്ങൾ കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്നവരെ ഞാൻ വിളിക്കുന്നത് ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് ഒരു അനക്കല്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ടായിരിക്കാം നിങ്ങൾ വരാത്തത്, ചിലപ്പോൾ നിങ്ങൾക്ക് മടികളുണ്ടായിരിക്കാം. ഇപ്പൊ ജസീനന്റെ തന്നെ കണക്ട് ഓക്കെ അല്ലേ ജസീന? ഇത് വായിച്ചിട്ട്, ഇത് 2022 ഒരു ചോദ്യം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ. ഇത് വായിച്ചിട്ടൊന്ന് ഉത്തരം പറയാമോ? Identify the parts of speech of the underlined part in the sentence given below. The athlete ran with great speed. With great speed ആണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ആൻസർ adverb phrase. അപ്പൊ the athlete ran with greatest speed. ഇവിടെ എല്ലാവർക്കും സംശയം ഉണ്ടാവും, adverb phrase ആണോ ക്ലോസ് ആണോ എന്നാണ്. ജസീനക്ക് ഉറപ്പുണ്ട് എന്താണ്? അതിപ്പോ പഠിച്ചതുകൊണ്ട് adverb phrase എന്ന് പറയാൻ പറ്റി. പഠിച്ചതുകൊണ്ട്, ഇല്ലെങ്കിൽ തെറ്റിക്കായിരുന്നു അല്ലേ? അതെ. അപ്പൊ adverbial ക്ലോസ് എന്താന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇല്ല. ഓക്കെ. ഇവിടെ ഇത് the athlete ran with great speed. ആ വിത്ത് ഗ്രേറ്റ് സ്പീഡിനകത്ത് ഒരു കൂട്ടം വാക്കുകളുണ്ട്, അതുകൊണ്ട് ഇതൊരു adverb phrase ആണ്. നോട്ട് adverb but adverb phrase. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ ചോദ്യം വന്ന മാർക്ക് കിട്ടൂലേ? ഓക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ജസീന അവിടെ തന്നെ നിന്നോ. adverbial ക്ലോസ് എന്താണെന്നാണ് ഞാൻ പറയാൻ പോണത്, ശ്രദ്ധിക്കണേ. ആഡ്വർബായി വർത്തിക്കുന്ന ഒരു ഉപവാക്യത്തെയാണ്, ഒരു ക്ലോസിനെ, ഒരു ക്ലോസ് ആണ് ആഡ്വർബിയൽ ക്ലോസ്. അപ്പൊ എന്താ ഒരു ക്ലോസ്? ഒരു ക്ലോസിൽ ഒരു കൺജങ്ഷനും അതിനുശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. കൺജങ്ഷൻ ഉണ്ടാവും, അതിനുശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. ഉദാഹരണം, ഹി കെയിം, ഇത് വെർബാണ് അല്ലേ? ഇത് കണ്ടോ ഇത്രയും ഭാഗം? ഈ വെൻ എന്ന് പറയുന്നത് എന്താ? കൺജങ്ഷൻ ആണ്, ഒരു കൺജങ്ഷൻ ആണ്. വെന്ന്, വേറെ പോലുള്ള WH വാക്കുകൾ കൺജങ്ഷൻ ആയി വരും. അതുപോലെ ദോ, ഇഫ് ഒക്കെ ഇല്ലേ, ദോ അല്ലെ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അങ്ങനത്തെ വാക്കുകളെല്ലാം കൺജങ്ഷനുകളാണ്. രണ്ട് ബട്ട്, ആൻഡ്, ബിക്കോസ്, രണ്ട് വാക്കുകൾ യോജിപ്പിക്കുന്നവയൊക്കെ കൺജങ്ഷൻസ് ആണ്. അപ്പൊ ഇതൊരു കൺജങ്ഷൻ. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? മൈ ഫാദർ, സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വെർബ്. അപ്പൊ നിങ്ങൾ ഇനി കൺജങ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊക്കെ ബേജാറാവണ്ട. സബ്ജക്റ്റ് ഉണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ നേരത്തെ തന്ന സെന്റൻസിനകത്ത് റാൻ വിത്ത് ഗ്രേറ്റ് സ്പീഡ്, ഇതിൽ സബ്ജക്റ്റ് ഉണ്ടോ? ഇതിനിടയിൽ ഇല്ലല്ലോ. ഇല്ല. സബ്ജക്റ്റ് ഉണ്ടോ? സബ്ജക്റ്റ് മീൻസ് എന്താ? ഐ, യു, ഹി, ഷീ, മൈ ഫാദർ, ഹിസ് ഫാദർ, ഹർ, അങ്ങനത്തെ എന്തെങ്കിലും. അതിവിടെ ഇല്ലല്ലോ. ഇല്ല. പക്ഷെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ നമ്മളൊരു ക്ലോസ് ആയിട്ടാണ് കാണുക. കാരണം വെൻ മൈ ഫാദർ കോൾഡ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ്. അതുകൊണ്ട് ദിസ് ഈസ് എ ആഡ്വർബിയൽ ക്ലോസ്. ഓക്കെ. ഇത് നോക്കി, ഇതൊന്ന് വായിക്കി. ഷി വാക്ക്ഡ് ആസ് ഇഫ് ഷി വർ ഹെഡിങ് ടു ദി ഗാലോസ്. ഇതിലേതാണ് ക്ലോസ്? ഇതും ക്ലോസ് ആണ്, ഇതും ക്ലോസ് ആണ്. ആസ് ഇഫ് ഷി വർ ഹെഡിങ് ടു ദ ഗാലോസ്. ഈ ആസ് ഇഫ് ഷി വർ ഹെഡിങ് ടു ദ ഗാലോസ് എന്ന് പറയുന്നത് ആഡ്വർബിയൽ ഫ്രേസോ ആഡ്വർബിയൽ ക്ലോസോ? ആഡ്വർബിയൽ ക്ലോസ്. AP ആണോ AC ആണോ? ആഡ്വർബിയൽ ക്ലോസ്. AC ആണ്. എങ്ങനെ മനസ്സിലായി? ആസിഫ് വന്നു. ആസിഫ് എന്ന് പറഞ്ഞ കൺജങ്ഷൻ ഉണ്ട്, അത് പോട്ടെ. പിന്നെന്തുണ്ട്? ഒരു സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റിന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു ജസീന, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. കേൾക്കാമോ സർ? ഓക്കെ, കേൾക്കാം. അൻഷദ് ക്യൂവിൽ നിൽക്കണേ. പ്രണവേ, ഈ പറഞ്ഞ സെന്റൻസിൽ ആഡ്വർബിയൽ, ഈ വൺസ് ദേ സോ ഇറ്റ് ടേൺ ദ കോർണർ എന്ന് പറയുന്ന ആഡ്വർബിയൽ ഫ്രേസോ ക്ലോസോ? അത് ക്ലോസ്. എന്തുകൊണ്ടാണ് ഇത് ആഡ്വർബിയൽ ക്ലോസ് ആവുന്നത്?
വൺസ് ദേ ഒന്നുണ്ട്. വൺസ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ദേ അവർ എന്ന് പറയുന്ന അല്ല ഒരു സബ്ജക്റ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അൻഷത എന്താ വരാത്ത? അശ്വതിയെ വരാൻ പറ്റുമോ? ജിൻസി വരാൻ പറ്റുന്നവർ വരൂ കേട്ടോ. ഓക്കെ, അടുത്തതിൽ ദ പൊളിറ്റീഷ്യൻ സീംഡ് ആസ് ഇഫ് ഹി ഹാഡ് നെവർ സ്പോക്കൺ പബ്ലിക്ലി ബിഫോർ. ഇതൊരു ആഡ്വർബിയൽ ക്ലോസ് ആണ്, AC ആണ്. അതിന് കാരണം ആസിഫ് എന്ന് പറഞ്ഞ കൺജക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഉണ്ട്. അടുത്തത് വരാം, ദ പപ്പി ഫോളോഡ് മീ. വേറെവർ ഒരു കൺജക്ഷൻ ആണ്, ഐ ഒരു സബ്ജക്റ്റ് ആണ്. സോ ദീസ് ഓൾസോ വെറെവർ ഐ വെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആഡ്വർബിയൽ ക്ലോസ്. ഞാൻ ക്ഷണിച്ചവരാരും സ്റ്റേജിലേക്ക് വരാത്ത സ്ഥിതിക്ക് വീണ്ടും ഞാൻ ജസീനെ തന്നെ വിളിക്കുകയാണ്. ജസീന, പ്ലീസ് കം ടു ദി സ്റ്റേജ്. ഓക്കെ, ഈ ചോദ്യം ജസീന ഒന്ന് വായിക്കണം, വായിച്ചിട്ട് ആൻസർ പറയണം. ഈ ചോദ്യം ഒന്ന് വായിക്കണം ജസീന. I will die before I lied. I yield. Yield. I will before I yield. ഇതിൽ identify the part of speech എന്നാ പറഞ്ഞത്. അപ്പോൾ ഉത്തരം Close. ആഡ്വർബിയൽ ക്ലോസ് ആണെന്നാ പറയുന്നത്. 2022 ചോദിച്ചാണ്. എന്തുകൊണ്ടാണ് ഇത് ആഡ്വർബിയൽ ക്ലോസ് ആയത്? ബിഫോർ കഴിഞ്ഞ് പിന്നെ സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ഐ വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.